അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എൻ്റെ ഈ ചപ്പാത്തി ഇങ്ങനെ കട്ടിംഗ് ബോർഡെ വെച്ച് കട്ട് ചെയ്യുന്നത് അല്ലേ. ഇത് വേറൊന്നിനുമല്ല, കൊത്തിയപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. കാരണം ഈ ചപ്പാത്തി അങ്ങനെ കഴിക്കാനായിട്ട് ഇവിടെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് കഴിപ്പിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മുടെ കൊത്തു പൊറോട്ട പോലെ കൊത്തി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ചപ്പാത്തി ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ബാക്കി കാണിച്ചു. ചപ്പാത്തി വേവിച്ച് ഇങ്ങനെ ചപ്പാത്തി മേടിച്ചിട്ട് ചപ്പാത്തി പാത്രത്തിൽ വറുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റ് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് മുറിച്ച് ഒരു പീസാക്കി അങ്ങോട്ട് ഇടും. എന്നിട്ട് നമ്മൾ മുട്ട എടുത്ത് എന്നിട്ട് കറി റെഡിയാവും. അല്ലേ അമ്മേ? മുട്ട ഇരിപ്പില്ല, മുട്ട ഇല്ലേ പിന്നെ എന്നെ ചെയ്യുന്നേ? മുട്ട ഇല്ലാതെ ഉണ്ടാക്കാം. സ്പൈസസ് മാത്രം ഇട്ട് ക്യാരറ്റ് ഉണ്ട്, പക്ഷെ ക്യാരറ്റ് തന്നെ ഇട്ടത് സുഖമില്ല. ക്യാപ്സിക്കം കൂടെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കൊത്തു ചപ്പാത്തി ഇത് ചൂടായ കേട്ടോ. ഇത് ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ ചപ്പാത്തി. ഇത് കാരണം മുറിയാനായിട്ട് ഇച്ചിരി പാടാ. ഇത് തണുത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് കട്ടായി കിട്ടും. ഇത് മുറിയാനായിട്ട് പാടെ ചൂടുള്ളതാണ്. ഞാൻ എൻ്റെ അപ്പ വച്ചിരുന്നതാ, എന്നിട്ട് ഞാൻ കള അടിച്ചതാ. എന്താ ഇവിടെ അടിക്കാൻ മറന്നുപോയി. ഇതപ്പ വച്ചിരുന്നു, ഫോണെ നോക്കി. കളയും പിന്നെ കാരറ്റ് നല്ലട്ട് ചൂട് വിളിപ്പിക്കണം. അപ്പൊ ഞാൻ പാൻ അടുപ്പ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി നല്ല കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട്. അപ്പൊ ഇത് കാണുമ്പോ തന്നെ പിള്ളേർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഞോക്കും കഴിക്കാൻ തോന്നില്ല. കഴിച്ചു. ഇത് താമില്ല, കാണത്തില്ല. ഇത് നമ്മുടെ സവാള കട്ട് ചെയ്തതാണ്. അത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഇച്ചിരി ചെറുതാക്കി, നീളത്തെയല്ല, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നൊരു ഇത് വേണമല്ലോ. അപ്പോൾ ഇത് രണ്ടുമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ചേർക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാരറ്റ്, എഗ്ഗ് ബീറ്റ് ചെയ്ത് അത് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല, കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്കിവിടെ ഇന്ന് ചിക്കൻ കറി ഉണ്ട്. അപ്പം വേണമെങ്കിൽ കറിയായിട്ട് അത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാൻ മുട്ടയോ ക്യാപ്സിക്കം, ക്യാരറ്റ് അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഇത് മാത്രം ചെയ്യുക. ഇത് പെട്ടെന്നുള്ള ഒരു ഇതാണ്, കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തൊന്നുമില്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കഴിപ്പിച്ച് വിടാനായിട്ട് ഉള്ള ഓരോ പത്രപ്പാടുകളാണ്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർ കഴിച്ചോളും. ഇത് കാണുമ്പോഴത്തേന് ചപ്പാത്തി തന്നെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി കൂട്ടി കഴിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കാണിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇതാണ് വെള്ളം ഉണ്ടാക്കിയത്. കുറച്ച് കടുക് ഇട്ടാൽ കുറച്ച് നമുക്ക് ഡയറക്റ്റ് ഈ സവാള ഇട്ടിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ എല്ലാവരും കാണിക്കുന്ന സൂത്രപ്പണി നമ്മുടെ ഉപ്പ്. നമുക്കിതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇതിനകത്തോട്ട് ഞാൻ പേസ്റ്റ് ചേർക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് ചേർക്കാൻ കേട്ടോ. ഇത് കൊച്ചു കഴിഞ്ഞായതുകൊണ്ട് അവൻ ഇത് ഇടയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ കൂടുതലും കറികളിലെ പേസ്റ്റാണ് ചേർക്കാറ്. അതിപ്പം
എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിലും അതുപോലെ മുളകൊക്കെ ആണെങ്കിലും പേസ്റ്റായിട്ടാണ് ഞാൻ ചേർക്കാറുള്ളൂ, കടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ രുചികളും നമ്മുടെ പിള്ളേരുടെ വയറ്റിൽ ചെല്ലണം. അപ്പം അവർ കടിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് പിള്ളേർ കഴിക്കുമെന്നും പറഞ്ഞ് ചിലർക്ക് മുളകൊന്നും ചേർക്കാറില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ചേർക്കും. പക്ഷെ അത് ചതച്ചൊക്കെ ആയിരിക്കും ചേർക്കുന്നത്, ചതച്ചും പേസ്റ്റായിട്ടും ഒക്കെ. അപ്പം അത് വയറ്റി പൊക്കോളും. ചില പിള്ളേർ ഇത് കിടക്കുന്ന കണ്ട് കഴിയുമ്പോഴത്തേനെ എനിക്കത് വേണ്ടാന്നും പറഞ്ഞ് മാറ്റി വെക്കും. ആദ്യം രോഗത്തിന് അങ്ങനെയാണ്, ഇഞ്ചി കാണുമ്പോൾ എനിക്ക് വേണ്ടത് മാറ്റി വെക്കും, മുളക് കാണുമ്പോൾ മാറ്റി വെക്കും. അപ്പം അത് കഴിക്കുകയില്ല. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് മാറ്റി വെക്കാനൊന്നും ഇല്ലല്ലോ. അത് വഴണ്ട് വന്നിട്ടുണ്ട്. രോഗത്തിന് ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത് പെറുക്കി പെറുക്കി കഴിച്ച് തീർക്കാറായി. ഞാനിവിടെ ചേർക്കുന്ന മസാല നിങ്ങൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്താണല്ലോ ഉണ്ടാക്കാം. ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ ബിരിയാണി മസാല എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്, ഒരു വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇതില്ലാത്തവർക്ക് നമ്മുടെ സാധാ ഇതൊക്കെ ചേർത്താൽ മതി. നമ്മുടെ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ചേർത്താലും മതി. ഇതാകുമ്പോൾ ഇപ്പം എനിക്ക് ഇരുന്നത് കൊണ്ട് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇത് വേണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ മൈക്കൊന്നും കുത്തിയിട്ടില്ല. കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മൈക്ക് വെക്കുമോ അങ്ങനെയൊന്നും ചെയ്തില്ല. ജസ്റ്റ് സ്റ്റാൻഡ് റിംഗിലേക്ക് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കേൾക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പൊതുവെ എനിക്ക് ഇച്ചിരി സൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ സംസാരിച്ചാലും അത്യാവശ്യം സൗണ്ട് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊക്കെ. ഇനി നിങ്ങൾക്ക് ഇതിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശകലം വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. അപ്പം എനിക്ക് കുറച്ച് ഒന്നും ഒഴിക്കരുത്, കുറച്ച് മതി. ജസ്റ്റ് ഒന്നൊരു കുഴഞ്ഞിരിക്കുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കണ്ട, ഇതിങ്ങനെ വഴറ്റി തന്നെ അങ്ങ് എടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക, കാരണം നേരത്തെ ഞാൻ സവാള വേണ്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. നമ്മൾ ചപ്പാത്തിയും കൂടെ ചേർക്കുവാണല്ലോ, അതിനും കൂടെ എണ്ണ ഉപ്പ്. അപ്പം ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവി റെഡിയായി. നിങ്ങൾക്ക് ഇതിനകത്തോട്ട് എക്സ്ട്രാ ചേർക്കേണ്ടത് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർക്കാം, ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കാം, ടൊമാറ്റോ വേണ്ടവർക്ക് അത് ചേർക്കാം. അതുപോലെ മുട്ട, എഗ് സ്ക്രാമ്പിൾ ചെയ്ത് അതും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പറഞ്ഞു എനിക്കിവിടെ കറി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒരു ഗ്രേവി മാത്രമാക്കി എടുത്തത്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ചപ്പാത്തി കട്ട് ചെയ്ത ചപ്പാത്തി ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി നിറച്ചങ്ങ് എടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുക. ഇത് ചൂടോടെ, ചപ്പാത്തി ചൂടോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ഒതുങ്ങി വരാത്തത്. ഇതിനകത്ത് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഇളക്കുമ്പോഴത്തേന് ഒന്ന് ഒതുങ്ങി വരും, ഒരു ചെറിയൊരു കുഴച്ചിൽ പോലെ അങ്ങനെ വന്നു. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൽ ഒരു പാക്കറ്റ് സോൾട്ടഡ് വരുന്നു, ഒരു പാക്കറ്റ് എന്താ പറയുക ഷുഗർ ഇഷ്യൂ വരുന്നു. അപ്പോൾ രണ്ടും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. സോസോട് ചിന്ന കഴിയുമ്പോൾ പ്രത്യേക സ്മെല്ല. അപ്പം ഈ സോസും ഒക്കെ ഉണ്ടെങ്കിൽ അത് തട്ടി വിട്ടോളൂ. അപ്പം നമ്മുടെ കൊത്തി ചപ്പാത്തി റെഡിയായി. ഇനി ഇതങ്ങ് കഴിച്ചാൽ മാത്രം. ഇത് പറഞ്ഞാൽ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച്
പിള്ളേർക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടത്തില്ലേ, അതിലും ബെറ്റർ ഇങ്ങനത്തെ നുറുക്കുവിദ്യകളൊക്കെ കാണിച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ പിള്ളേർക്ക് കൊടുത്തു വിടുന്നതായിരിക്കും നല്ലത്. മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേനെ കോളറ ഇല്ലാത്തൊന്നുമില്ല. കാരണം നല്ല വെള്ളമൊന്നും വെച്ചിട്ടൊന്നും ഒന്നും അല്ലായിരിക്കും ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ. ഇപ്പം ഹോസ്പിറ്റലുകളിലൊക്കെ പിള്ളേർ അഡ്മിറ്റ് അതിനകത്ത് ഛർദിലും ലൂസ് മോഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചാൽ മതി. ഞങ്ങൾക്കിപ്പം സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഉണ്ട്. ഇപ്പം ചിക്കനും കൊത്തി ചപ്പാത്തി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാന്ന്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ്? It's